ഹായ് ഫ്രണ്ട്സ്, നെയ്യാർ ഡാമിലാണ് ഞാനിപ്പോഴുള്ളത്. മഴ കൂടുതലായത് കാരണം ഷട്ടറെല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ അടുക്കലെത്തി. അതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയാൽ ഉടൻ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കള്ളിക്കാട് എന്ന സ്ഥലത്ത് നെയ്യാറിൻ്റെ തീരത്താണ്. ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്താൽ ഉടൻ തന്നെ നമ്മളെ വെൽക്കം ചെയ്ത് നിൽക്കുന്ന സ്റ്റേച്യുവും അതിൻ്റെ കോമ്പൗണ്ടും എല്ലാം കാണാനായി കഴിയും. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഈ കാണുന്നത് ഫോട്ടോഗ്രാഫിയുടെ ഒരു സ്റ്റാച്യു ആണ്. വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ജലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്റ്റാച്യുവും ധാരാളമായി കാണാം. എല്ലാം വളരെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട്. ധാരാളം പൂന്തോട്ടങ്ങളും ധാരാളം തണൽ വൃക്ഷങ്ങളും ഒരു കാടിൻ്റെ പ്രതീതി തന്നെ കാണാനായി കഴിയും. അതിനടുത്തായി തന്നെ ചെറിയ കോഫി ഷോപ്പെല്ലാം കാണാം. നമുക്ക് നടന്ന് ക്ഷീണിക്കുക, ദാഹിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനൊക്കെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ധാരാളം സ്റ്റാച്യുകളും പോകുന്ന വഴി കാണാം. ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ അണക്കെട്ടിൻ്റെ അടുത്ത് ഐ ലവ് നെയ്യാർ എന്നുള്ള ഒരു ബോർഡ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ വെള്ളം ഒഴുകുന്ന കാഴ്ച ഭയങ്കര രസമാണ് കാണാനായിട്ട്, അതിമനോഹരവും. എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ നിന്ന് ആ കാഴ്ച കണ്ടവിടെ നിൽക്കാം. ഈ വെള്ളം ഒഴുകി കൈത്തോടുകൾ വഴി കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് പോകുന്നത്. ഇതിനടുത്തായും പല തരത്തിലുള്ള സ്റ്റേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ തട്ടായിട്ട് ചെറിയ കല്ലുകൾക്കിടയിലൂടെയും പാറക്കെട്ടുകൾക്കിടയിലൂടെയും വെള്ളം ഒഴുകുന്ന മനോഹര കാഴ്ചയും കാണാം. അതിനടുത്തായും പുൽത്തകിടികളും ചെറിയ വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചും ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും വളരെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നും ഈ കനാൽ ഒഴുകുന്ന സ്ഥലത്തേക്ക് പാലത്തിലൂടെ നടക്കാം. അവിടെയും സ്റ്റാച്യു കാണാനായിട്ട് കഴിഞ്ഞു. ആ പാലത്തിലൂടെ നടന്ന രണ്ട് സൈഡിലുള്ള കാഴ്ചകളും കണ്ട് നമുക്ക് നടക്കാം. ഇത് മുമ്പ് കൃഷി ചെയ്തിരുന്ന കുറേ ആൾക്കാരുടെ അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ജലം കിട്ടുന്നതിന് വേണ്ടി വിട്ടു നൽകിയ ഭൂമിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലാണ് ഈ അണക്കെട്ട്. ഇതൊരു മനോഹരമായ തടാകം കൂടിയാണ്. ഇത് വിനോദസഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടെയാണ്. ഇതിനടുത്തായി തന്നെ വന്യജീവി സംരക്ഷണ കേന്ദ്രവും ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ഡാമിൽ വെള്ളം ഒഴുകുന്ന കാഴ്ചയെല്ലാം കണ്ട് കുറേയധികം സ്റ്റെപ്പുകൾ കുത്തനെ കയറി മുകളിലെത്തിയാൽ അണക്കെട്ടിൻ്റെ മുകൾ ഭാഗത്തെത്താം. അതിനടുത്തായി തന്നെ ഇവർ പൗലിയൻ ഒരുക്കിയിട്ടുണ്ട്. അതൊരു 4 നിലയുടെ മുകളിൽ കയറാം. അതിൽ കയറി നിന്നാൽ നമുക്ക് നെയ്യാറിൻ്റെ കാഴ്ച അതിമനോഹരമായി കാണാം. ധാരാളം കണ്ടൽക്കാടുകളും വളരെ വിശാലമായിട്ടാണ് നമ്മുടെ നെയ്യാറ് കിടക്കുന്നത്. ഈ നെയ്യാറ് ഒറ്റശേഖരമംഗലം, ആര്യങ്കാവ്, കീഴാറൂർ, പെരുങ്കിടവിള, മാരായമുട്ടം, നെയ്യാറ്റിൻകര വഴി പൂവാറ് വഴിയും ഇത് ഒഴുകുന്നുണ്ട്. തമിഴ്നാട്ടിലെ പടിഞ്ഞാറൻ ജില്ലയിലും കൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. അത്രയ്ക്കും വിശാലമായതാണ് ഈ നെയ്യാറ്. അങ്ങനെ മുകളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. ബോട്ട് സർവീസ് കാണാം. നമുക്ക് ഒരു 20-25 മിനിറ്റോളം ബോട്ട് സർവീസ് നടത്തിയ അക്കരെ പോയി കാഴ്ചകളെല്ലാം കാണാം. ഈ ഭാഗം വനം വകുപ്പിൻ്റെ കീഴിലാണ്. ഇവിടെ വന്ന് നമുക്ക് 300 രൂപ ടിക്കറ്റ് ഒരാൾക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓഫീസ് ആറ്റിനിക്കരയാണ്. അവിടെയും ധാരാളം ഷെഡുകളിൽ മുതല വളർത്തുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിനകത്ത് കയറി മുതല വളർത്തൽ കേന്ദ്രമെല്ലാം കണ്ട് അത് ചെറുതും വലുതുമായതും പല സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പല വെറൈറ്റി മുതലകളെ കാണാനായി കഴിയും. ഏകദേശം ഒരു 10-15 ഷെഡിൽ മുതല ഉണ്ട്.
ചെറു കുഞ്ഞുങ്ങളെ പ്രത്യേകം മാറ്റിയാണ് പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ധാരാളം മുതല കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അക്കരെ പോയി ബോട്ടിനായി കാത്തു നിന്നു. ബോട്ട് സർവീസ് എപ്പോഴും ഇവർ നടത്തുന്നുണ്ട്. കാരണം ഒരു 20-25 മിനിറ്റോളം യാത്ര ചെയ്ത് അക്കരെ എത്തിയാൽ അവിടെ കാഴ്ചയ്ക്കായി കൊണ്ടുവിടുന്ന ആളുകളെ ഏകദേശം 1 മണിക്കൂറിൽ 1.5 മണിക്കൂറെങ്കിലും അതിനകത്തുള്ളിൽ കാണാനായിട്ട് കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം പോയവരെ തിരിച്ച് ബോട്ടിലിങ്ങ് ഇക്കരെ കടത്തും. അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി അക്കരെ പോയി. ഈ ബോട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ബോട്ടിലുള്ള യാത്രയിൽ ഈ ആറിൻ്റെ 2 സൈഡുള്ള കണ്ടൽക്കാടുകളും വെള്ളത്തിൻ്റെ അലയടിയും ഭയങ്കര രസമായിട്ട് നമുക്ക് ബോട്ടിലിരുന്ന് ആസ്വദിക്കാനായിട്ട് കഴിയും. തീർച്ചയായും നിങ്ങളും ഒരിക്കലെങ്കിലും പോകണം. അത്രയ്ക്കും നല്ലൊരു കാഴ്ചയായിരുന്നു ബോട്ട് യാത്ര. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്തു. ഒരു നല്ല രസമായിരുന്നു ബോട്ട് യാത്ര. ഒരു ഏകദേശം 20-25 അരമണിക്കൂറോളം ഉണ്ട് കണ്ടു. ഞങ്ങൾ അക്കരെ കടന്നു. അക്കരയിൽ എത്തിയാൽ ഏകദേശം ഒരു 10-20ഓളം ഏക്കർ കാടായി കിടപ്പുണ്ട്. ലയൺ സഫാരി പാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമുക്ക് മിയാവാക്കി വനം, അതിനകത്ത് ഏകദേശം ആ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും അതൊരു കാട് തന്നെയാണ്. പിന്നെ കാട്ടിലൂടെ പോകുന്നത് പോലെ ഒരു ഊട് വഴിയെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ ഡിയർ പാർക്കിലെത്തുക. ചെറുതും വലുതുമായ ധാരാളം മാനുകൾ അവിടെ വളർത്തുന്നുണ്ട്. ആ കാഴ്ചയും കാണാനായിട്ട് അതിമനോഹരമാണ്. അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് ഇതാണ് മാനിനെ വളർത്തുന്ന സ്ഥലം. അങ്ങനെ അവിടെ പോയി മാൻ പാർക്കെല്ലാം കണ്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു മടങ്ങി. ഈ വെള്ളത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ തന്നെ ഒരു കാട്ടുപോത്തിനെ കാണാനിടയായി. ധാരാളം ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം വന്യജീവികളെ കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. നമ്മൾ കയറുമ്പോഴേ പറഞ്ഞിരുന്നു. നമ്മളും കാട്ടുപോത്തിനെ കാണാനായി കഴിഞ്ഞു. ഇത്രയും നല്ലൊരു കാഴ്ചയാണ്. തീർച്ചയായും ഒരു ദിവസത്തെ ടൂർ ആയിട്ട് പാക്കേജായി എടുത്തത് കണ്ടാസ്വദിക്കാൻ വേണ്ടും തയ്യാറാക്കിയിട്ടുണ്ട് നെയ്യാർ ഡാം കാഴ്ചകൾ. ഒരു പ്രാവശ്യങ്ങളും പോയി തീർച്ചയായും കാണണം. നല്ലൊരു വിനോദസഞ്ചാര സ്പോട്ട് തന്നെയാണ് ഈ നെയ്യാർ ഡാം. തീർച്ചയായും കാണുക.